അപ്പോൾ നമ്മുടെ ഗാർഡൻ സെറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഏകദേശം നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് വെള്ളം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ടാങ്ക് ഇങ്ങോട്ട് മാറ്റി ഒരു സ്റ്റാൻഡ് ഇതോടൊപ്പം പണിതു. ടെറസിൽ നിന്നും വെള്ളം ഇതിലേക്ക് വരത്തക്കതുപോലെ നമ്മളൊരു പൈപ്പൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്റ്റാൻഡും ആ പൈപ്പ് കണക്ഷനും എല്ലാം നമ്മുടെ രാജേഷാണ് ചെയ്തിരിക്കുന്നത്. അത് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സ്റ്റാൻഡ് പണിയുന്നതും ഒക്കെ കേട്ടോ. അപ്പം നമുക്കത് കാണാം. അപ്പം ഇത് കുറച്ച് ചെടികൾ ഞാൻ ഇവിടേക്ക് പറക്കി വെച്ചതൊക്കെ ഒന്ന് കുറച്ച് സെറ്റ് ചെയ്തു, എന്നാലും പൂർണ്ണമായിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്റ്റാൻഡ് പണിതതും കൂടെ അങ്ങനെ അങ്ങ് കൊണ്ടുവച്ചതാണ്. അപ്പോൾ നമ്മളൊരു ഗാർഡൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ സ്ഥലം നന്നായിട്ട് ഒരുക്കണം. അതായത് കല്ല്, മണ്ണ്, പുല്ല്, മരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മളുടെ ചെടി പൂന്തോട്ടത്തിന് വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടുത്തെ കാടെല്ലാം വെട്ടിത്തെളിച്ചതിന് ശേഷമാണ് ഹിറ്റാച്ചി വിളിച്ചത്. അപ്പോൾ കുറച്ച് തടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിഴുതെടുത്തു. പിന്നെ അതിൻ്റെ കുറ്റികൾ, ഒരുപാട് കുറ്റികളുണ്ട്, നമുക്ക് അതെല്ലാം എടുത്ത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടി ശരിക്കും നമുക്ക് നടാനും അതുപോലെ തന്നെ വീട്ട്മാറ്റി വിരിക്കാനും ഒന്നും പറ്റുകയില്ല. അപ്പം അതിൻ്റെ കുറേ വലിയ വലിയ കുറ്റികളുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി. തേക്കിൻ്റെ കുറ്റി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് ഹിറ്റാച്ചി വിളിച്ചില്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് നമ്മളുടെ ഭൂമി അത് വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് പറ്റുകയില്ല. അപ്പോൾ കുറേ വാഴയുണ്ടായിരുന്നു, വാഴയും പിന്നെ തേക്ക്, കമുക്, അതിൻ്റെയൊക്കെ കുറ്റി നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ തേക്കിൻ്റെ കുറ്റിയും വാഴക്കുറ്റിയും എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നിരപ്പായിട്ട് സ്ഥലം ആക്കിയെടുത്തു. 2 തട്ടായിട്ട് കിടന്ന സ്ഥലം നമ്മൾ നിരപ്പാക്കിയെടുത്ത് പിന്നീട് വീണ്ടും അവിടെ കിടന്ന കല്ല്, കട്ട ഒക്കെ മാറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി വീട്ട്മാറ്റി വിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കാണുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ പാർട്ട് 1 കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാറ്റി വിരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ടാങ്ക് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് കാണിച്ചിരുന്നല്ലോ, ആ സ്റ്റാൻഡ് പണിയുന്നതാണ് ഇത്. അപ്പോൾ രാജേഷിനെ ഞാനിതിൽ മെൻഷൻ ചെയ്യുന്നത് കാരണം നമ്മളൊരു തേങ്ങാക്കൂടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരെന്നോട് രാജേഷിൻ്റെ നമ്പർ ചോദിച്ചിരുന്നു. അതാണ് രാജേഷിനെ കൂടെ ഞാൻ കാണിച്ചത്. അപ്പോൾ രാജേഷിൻ്റെ നമ്പർ ആവശ്യമുള്ളവർ ചോദിച്ചാൽ തരാം. രാജേഷ് ഇവിടെ വന്നാണെങ്കിലും പണി ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് നല്ല വലിയ വലിപ്പത്തിൽ തന്നെ നല്ലൊരു സ്റ്റാൻഡ്, ഇതിപ്പോൾ 1000 ലിറ്ററിൻ്റെയാണ് ടാങ്ക് അവിടെ വയ്ക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റാൻഡ് തന്നെയാണ് പണിതിരിക്കുന്നത്.